ശ്രീ ജെ ആർ പത്മകുമാർ, ശ്രീ പത്മകുമാർ, അങ്ങനെ ഈ വിദ്വേഷത്തിന്റെ കടയിൽ ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്നതിന് പകരം സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന് നല്ല ചൂട് ചായ കുടിച്ചൂടെ ശ്രീ ജെ ആർ പത്മകുമാർ, സന്ദീപ് വാര്യർ ചെയ്ത പോലെ? എന്നോടാ ചോദിക്കുന്നത്. താങ്കൾ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന് ഒരു ഭയങ്കര മതേതരത്വമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കോൺഗ്രസിലേക്ക് ആരെങ്കിലും BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചെന്നാൽ വളരെ വലിയ രീതിയിൽ മതേതരത്വം പൂത്തലയും എന്നുള്ള കാര്യം. ഈ മതേതരത്വം പൂത്തലയുന്ന കോൺഗ്രസ് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വർഗീയ ലഹളകളും ഒരു സംസ്ഥാനത്തു നിന്ന് തന്നെ ഒരു വിഭാഗത്തെ ആട്ടി ഓടിപ്പിച്ചത്. കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ സ്ഥിതി അറിയാമല്ലോ. അപ്പൊ ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ ഒരു മത ചിന്താഗതിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വർഗീയ ചിന്താഗതിയുണ്ട്, ആന്റി BJP വ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനായിരുന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് BJP വിട്ടു വന്നതോടെ മതേതരത്വമായി. മതേതരത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഒരു പഴമൊഴിയുണ്ട്, അമ്മയും നീക്കി മോളും നീക്കി അവസാനം നാഴിയുടെ മൂട് തേഞ്ഞെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് ഇപ്പോൾ മതേതരത്വത്തിനുള്ളത്. ഈ പറയുന്ന ആളുകളെല്ലാം ഒരു സ്പെസിഫിക് ഇഷ്യൂ നിങ്ങളോട് പരിശോധിച്ച് നോക്കൂ. ഗാസയിലെ പ്രശ്നം വരുമ്പോൾ ഭയങ്കര മതേതരത്വം ആളാണ്. ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ അത് പറയും, നമ്മൾ അവിടെ മാനുഷികമായ പ്രശ്നങ്ങൾ ഇടപെടണമെന്ന് പറയും. ബംഗ്ലാദേശിന്റെ പ്രശ്നം വരുമ്പോഴോ അപ്പോൾ പറയും അതല്ലല്ലോ, അവിടെ വേറെ രാജ്യമാണ്, അങ്ങനെ ഇടപെടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് കണ്ടതുകൊണ്ടാണ് ജനങ്ങൾ അവർ തന്നെ സ്വയം തീരുമാനമെടുത്തിട്ട് ഏതാണ് മതേതരത്വം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന കക്ഷികൾ എന്ന് ചിന്തിച്ച് അവർക്ക് അനുകൂലമായി പോകുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരെ ഉദ്ദേശിച്ചല്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ്. അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, സമൂഹത്തിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതിനെ ഇപ്പൊ സന്ദീപ് വാര്യർ പോലെ ശരിയാണെങ്കിൽ സരിൻ പോയതും ശരിയായിരിക്കും. നമ്മുടെ ആലപ്പുഴയിലെ CPM-ൽ നിന്ന് BJP-ക്ക് ഒന്നും ശരിയായിരിക്കും. ഒന്ന് ശരിയും ഒന്ന് തെറ്റും എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഒരിക്കലും വെക്കില്ല. അത് പക്ഷപാതപരമായ രാഷ്ട്രീയമാണ്. ചോദ്യം, BJP-ക്ക് ഇത്ര അധികാരം കേന്ദ്രത്തിൽ ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഇത്ര വലിയ ഒഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കൂടുമാറ്റത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കാന്തിക ശക്തി പോലെ നിൽക്കുന്ന അധികാരമല്ലേ? അല്ല, ഞാൻ നേരെ തിരിച്ചു ചോദിച്ചോട്ടെ അരുണ, ഒരു ചെറിയൊരു ചോദ്യം. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കടയും കൊണ്ട് നടക്കുന്ന ആളുകൾ രണ്ടായി നിന്ന് മത്സരിക്കുന്നത്? എന്തുകൊണ്ടാ? ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി കേരളത്തിൽ ശക്തമായി ഒന്നാമത്തെ കക്ഷിയായിട്ട് വന്നിരുന്നുവെങ്കിൽ ഈ രണ്ടുപേരും ഈ പറയുന്നവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഇപ്പൊ രണ്ട് കടയുമായിട്ട് നിൽക്കുന്ന ആളുകളല്ലേ നമ്മൾ രണ്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തിയായി വരുമ്പോൾ അതിനെ എതിർക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. 80 വരെയുള്ള രാഷ്ട്രീയം എന്തായിരുന്നു, 80 വരെയുള്ള രാഷ്ട്രീയം എന്തായിരുന്നു? കോൺഗ്രസ് ഒരു സൈഡിലും കോൺഗ്രസ് വിരുദ്ധ ആളുകളെല്ലാം കൂടി ഒരു സൈഡിലും നിന്നുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന് EMS പറഞ്ഞില്ലേ? കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏത് ചെകുത്താന്റെ കൂടെയും ഞങ്ങൾ കൂട്ടുകൂടും എന്ന് പറഞ്ഞൊരു കാലഘട്ടമില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന സാഹചര്യം അറിയല്ലോ. അന്ന് CPI കോൺഗ്രസിന് പോയപ്പോൾ എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല, ചേലാട്ട് അച്ചു പണ്ടേ അല്ല, വയ്യട ചെറ്റേ ചെങ്കൊടി താഴെ പൊക്കട ചെറ്റേ ഭൂവറിന്റെ കൊടി എന്ന് വിളിച്ച ആളുകളാണ് ഇന്ന് കോൺഗ്രസിന് വളരെ ആവേശത്തിൽ താകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായി വരുമ്പോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടും. അത് നയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അധികാരത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്ത്യയിലെ ജനങ്ങൾക്ക്. പ്രധാനപ്പെട്ട പ്രശ്നം, ഈ രാഷ്ട്രീയ കൂടുമാറ്റത്തിന്റെ കഥയിൽ അധികാരം എന്ന് പറയുന്ന ഒരു കാന്തിക ശക്തി നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് സന്ദീപ് വാര്യരാണെങ്കിലും ശരി, സലിനാണെങ്കിലും ശരി, ഏറ്റവും ഒടുവിൽ ബിപിൻ ആണെങ്കിലും ശരി, ഇനി മധു മുല്ലശ്ശേരി മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി അവിടെ നിന്ന് ഇറങ്ങി ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യമാണെങ്കിലും ശരി. പക്ഷെ അപ്പോഴും സുധാകരനെ KC വേണുഗോപാൽ കാണാൻ പോയത് എന്തിനായിരിക്കും? സൗഹൃദ സന്ദർശനം എന്നാണ് പറയുക. അതുപോലും വാർത്തയാക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നാണ്. Debate with Dr. Arun Kumar.